ഒഡീഷയിൽ BJD എന്ന ബിജു ജനതാദൾ യുഗം അവസാനിച്ചിരിക്കുന്നു. നവീൻ പട്നായിക് എന്ന 77-കാരന് പടിയിറക്കം. നിയമസഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരുന്ന BJD കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 100-ൽ കൂടുതൽ സീറ്റ് നേടിയിരുന്ന BJD ഇക്കുറി 50-ലേക്ക് ചുരുങ്ങുമ്പോൾ നിരവധിയായ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നിയമസഭയിൽ BJPക്ക് വോട്ട് ഷെയർ കുത്തനെ എങ്ങനെ കൂടി എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് കോൺഗ്രസ്സിന് 14 MLA-മാർ ഇത്തവണയുണ്ട്. ലോക്സഭയിലെ കക്ഷിനില നോക്കിയാൽ 21-ൽ 20 സീറ്റുകൾ BJPക്കും 1 സീറ്റ് കോൺഗ്രസ്സിനും എന്ന രീതിയിലാണ്. ഒഡീഷയിൽ വൈകാതെ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാകും എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. BJD യുഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതും BJDയിൽ നിന്നും നേതാക്കൾ പലരും BJPയിലേക്കും ചിലരൊക്കെ കോൺഗ്രസ്സിലേക്കും പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നും വളരെ വ്യക്തമായി. ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം, കോൺഗ്രസ്സിനുണ്ടായ ഗംഭീരമായ തിരിച്ചുവരവ്, വോട്ട് വർധനവ് എല്ലാം കൃത്യമായി കണക്കിലാക്കുമ്പോൾ പ്രാദേശിക പാർട്ടികളുടെ അസ്തമനം എന്ന് തന്നെ പറയണം. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യയിലുള്ള പ്രാദേശിക പാർട്ടികളുടെ അസ്തമനമാണ്. എടുത്തു പറയേണ്ടത് തെലങ്കാനയിൽ BRSൻ്റെ പൂർണ്ണമായിട്ടുള്ള തോൽവി, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം BRSന് സംഭവിച്ചപ്പോൾ അവിടെ കോൺഗ്രസ്സിന് വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നുള്ളതും BJPക്ക് വർദ്ധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഒഡീഷയിലും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒഡീഷയിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ അവിടെ BJP എതിർക്കാൻ എന്തുകൊണ്ടും നല്ലത് കോൺഗ്രസ് തന്നെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നവീൻ പട്നായിക്കിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല. BJDയെ നിയന്ത്രിച്ചിരുന്നത് പാണ്ഡ്യൻ എന്ന ബ്യൂറോക്രാറ്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരാജയ കാരണം. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിലം തൊടാൻ പോലും കഴിയാതെ BJD അസ്തമിച്ചത്. ശരിക്കും BJPക്ക് ദേശീയ തലത്തിൽ 240 ലോക്സഭാ സീറ്റുകൾ കിട്ടിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഒഡീഷ. മുഖ്യധാര രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൊക്കെ രാജസ്ഥാനിൽ സാധാരണയായി ക്ലീൻ സ്വീപ്പ് നടത്തുന്ന BJPക്ക് ഇക്കുറി 14 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ വലിയ മുന്നേറ്റം നടത്തുന്ന ഉത്തർപ്രദേശിൽ 63 എന്നുള്ളത് 33ആയി ചുരുങ്ങി. 18 സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയ ബംഗാളിൽ ഇക്കുറി 11 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പുറമെ വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടായ മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇതെല്ലാം കണക്കിലിരിക്കെ ഒഡീഷയിൽ മാത്രമാണ് BJP മുന്നേറ്റം നടത്തിയത്. കോൺഗ്രസിന് പക്ഷേ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടമായില്ല എന്നുള്ളത് മാത്രമല്ല, നിലവിലെ MP കൂടുതൽ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കാനായി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലായിരുന്നെങ്കിലും അതിനടുത്തേക്ക് സീറ്റ് നില വർദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 65 സീറ്റുകളിലേക്കൊക്കെ ഒഡീഷയിൽ BJD നേടിയെടുത്തിരുന്നെങ്കിൽ പരിപൂർണമായ പിന്തുണ കൊടുത്തനെ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് നവീൻ പട്നായിക് എത്താൻ സാധ്യതയില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായേനെ. പക്ഷേ അതിനും കാരണമാക്കാതെ BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതാണ് സത്യം. എന്നാൽ നവീൻ പട്നായിക്കിൻ്റെ ഇപ്പോഴത്തെ പടിയിറക്കത്തിന് ശേഷം ഇനി അങ്ങോട്ട് ഒഡീഷയിൽ കോൺഗ്രസ് തന്നെയായിരിക്കും അതിശക്തമായി പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ റോൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തം.